ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരും ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ഇപ്പോൾ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫിക്സ്ചർ പുറത്തേക്ക് വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ്. ഏപ്രിൽ 20-ാം തീയതി ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു മത്സരം നടക്കുക. ഇത്തവണത്തെ ടൂർണമെൻറ്റ് ഒഡീഷയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഏതായാലും സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ റൂളുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു ക്ലബിന് പരമാവധി 6 വിദേശ താരങ്ങളെയാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. എന്നാൽ ഈ 6 വിദേശ താരങ്ങളെയും ഒരുമിച്ച് കളിപ്പിക്കാൻ കഴിയും എന്ന സവിശേഷത കൂടി ഇപ്പോൾ ഇത്തവണത്തെ സൂപ്പർ കപ്പിനുണ്ട് എന്നുള്ളതാണ്. അതായത് 6 വിദേശ താരങ്ങളെ വരെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ സാധിക്കും. നമുക്കറിയാം ISL-ൽ അത് 4 ആയിരുന്നു. അതാണ് ഇപ്പോൾ 6 ആക്കിക്കൊണ്ട് ഉയർത്തിയിട്ടുള്ളത്. അതായത് മത്സരങ്ങൾ ആവേശഭരിതമാവും, കൂടുതൽ വിദേശ താരങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 16, അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഈ സ്റ്റേജുകളിൽ 90 മിനിറ്റ് സമയത്ത് മത്സരം സമനിലയിലാണെങ്കിൽ അധിക സമയം ഉണ്ടാവില്ല, എക്സ്ട്രാ ടൈം ഉണ്ടാവില്ല. മറിച്ച് നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരിക്കും വിജയികളെ തീരുമാനിക്കുക. എന്നാൽ ഫൈനലിൽ അങ്ങനെയാവില്ല. ഫൈനലിൽ സമനിലയാണ് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുക. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. മാർക്കസ് മെർഗുലാവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാം എന്നുള്ളത് തീർച്ചയായും ടീമുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. കൂടുതൽ മികച്ച മത്സരങ്ങൾ കാണാൻ കഴിയും എന്നാണ് ഇതുവഴി ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.